പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലക്ഷ്മി നായർ എന്ന് പറയുന്ന ഒരു വനിതയുടെ കുടുംബം ഏതാണ്ടൊരു 60കളുടെ അവസാനം മുതൽ പേരൂർക്കടയിലുള്ള 11.49 ഏക്കർ ഭൂമി, സർക്കാർ ഭൂമി, പൊതുഭൂമി അനധികൃതമായി കയ്യിൽ വെച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഭൂമി അനധികൃതമായി കേട്ടാണ് അവർ കയ്യേറ്റം ചെയ്ത് കയ്യിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അത് സർക്കാരിലേക്ക് തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടം ഏതാണ്ടൊരു 10 വർഷക്കാലത്തിലധികമായി ഞാൻ തുടരുന്നുമുണ്ട്. സുഹൃത്തുക്കളെ, ആ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ള വിവരം എൻ്റെ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, സംഭവം എന്താ അതൊന്ന് ചുരുക്കി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ ലക്ഷ്മി നായരുടെ അച്ഛൻ നാരായണൻ നായർ രൂപീകരിച്ച ലോ അക്കാഡമി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി 60കളുടെ അവസാനം മറ്റോ ആണെന്ന് തോന്നുന്നു സർക്കാർ കൊടുത്തതാണ് പേരൂർക്കടയിൽ 11.49 ഏക്കർ ഭൂമി. ആ ഭൂമി കൊടുത്തപ്പോൾ വളരെ കൃത്യമായി സർക്കാർ ആ കുടുംബത്തിൻ്റെ ആ ലോ അക്കാഡമിയോട് പറഞ്ഞിരുന്നത് ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഒരു നിയമവിദ്യാലയം ആരംഭിക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു. അന്ന് ആ ലോ അക്കാഡമിയിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, വിദ്യാഭ്യാസ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാർ, നിയമമേഖലയിലെ ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ ഉണ്ടായിരുന്നു. വളരെ ഉന്നതരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അതിൻ്റെ സെക്രട്ടറി ഈ ലക്ഷ്മി നായരുടെ പിതാവായിട്ടുള്ള നാരായണൻ നായരായിരുന്നു. പക്ഷേ അതൊരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഭൂരിപക്ഷമുള്ള ഒരു കമ്മിറ്റി ഇരുന്ന സമയത്താണ് ഈ ലോ അക്കാദമിക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ ഒരു 11.49 ഏക്കർ ഭൂമി സർക്കാർ കൈമാറിയത്. സുഹൃത്തുക്കളെ, നമ്മൾ പിന്നീട് കണ്ടത് എന്താ? പിന്നീട് നമ്മൾ കണ്ടത് കാലക്രമേണ ഈ ലോ അക്കാദമിയുടെ ഭരണസമിതിയിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഘട്ടം ഘട്ടമായി ഒഴിവാകുന്നതും ആ സ്ഥാനങ്ങളിലേക്ക് ഈ ലക്ഷ്മി നായർ എന്ന് പറഞ്ഞ വനിതയുടെ കുടുംബാംഗങ്ങൾ കയറി വരുന്നതുമാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത്. ലക്ഷ്മി നായരുടെ അച്ഛൻ നാരായണൻ നായർ അതിൻ്റെ പ്രധാന ചുമതലക്കാരനായിരുന്നെങ്കിൽ പിന്നീട് ലക്ഷ്മി നായർ വന്നു. ലക്ഷ്മി നായരുടെ സഹോദരൻ നാഗരാജ നാരായണൻ വന്നു. ലക്ഷ്മി നായരുടെ ബന്ധു NK ജയകുമാർ വന്നു. ലക്ഷ്മി നായരുടെ ഭർത്താവ് വന്നു. അങ്ങനെ ഇപ്പോൾ ആ ഭരണസമിതി നമ്മളെടുത്ത് പരിശോധിച്ചാൽ ആ ഭരണസമിതിയിൽ ബഹുഭൂരിപക്ഷം അംഗങ്ങളും ഈ ലക്ഷ്മി നായരുടെ കുടുംബത്തിലുള്ള അംഗങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലത്തിന് മുമ്പ് മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സമര പോരാട്ടങ്ങളിലായിരുന്നു. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഭൂമി കുറഞ്ഞ പാട്ടത്തുകയ്ക്ക് ഈ ലക്ഷ്മി നായരുടെ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഈ അക്കാഡമിക്ക് നൽകിയത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. വിദ്യാഭ്യാസേതര ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ഭൂമി ഉപയോഗിച്ചാൽ ആ ഭൂമി സർക്കാരിന് തിരിച്ചു പിടിക്കാം എന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോ അക്കാദമിയും ഗവൺമെൻറ്റുമായി ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിൽ വളരെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ കാലക്രമേണ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഭരണസമിതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷ്മി നായരുടെ കുടുംബാംഗങ്ങളുടെ ആധിപത്യത്തിലേക്ക് പോവുകയും സാവധാനം ഈ സർക്കാർ ഭൂമിയിൽ ലക്ഷ്മി നായരുടെ കുടുംബം അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതും നമ്മൾ പിന്നീട് കാണാൻ തുടങ്ങി. ഈ ഭൂമിയുടെ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? 11.49 ഏക്കർ സ്ഥലം പേരൂർക്കടയിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്താണ്ടൊരു 500-600 കോടി രൂപയുടെ സ്വത്താണത്. ചിലരുടെ സ്വത്തൊന്നുമല്ല, 500-600 കോടി രൂപയുടെ സ്വത്താണ്. ആ ഭൂമിയിൽ വിദ്യാഭ്യാസ ഏതര ആവശ്യങ്ങൾക്കായി ഇവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കണ്ടിട്ടാണ് അത് തിരിച്ചു പിടിക്കുന്നതിനുള്ള പോരാട്ടത്തിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 10 വർഷം മുമ്പ് തന്നെ ഇറങ്ങിയത്. കാരണം ആ ഭൂമിയിൽ ബാങ്ക് വരുന്നു, ആ ഭൂമിയിൽ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നു. അപ്പോൾ ഇതിനെതിരായിട്ടൊക്കെ പോരാട്ടങ്ങളിൽ ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പ്രശ്നം എന്താ? അവിടുന്ന് പഠിച്ചു പാസ്സായി പോയവർ കോടതികളിൽ ജഡ്ജിമാരായിട്ട് വരുന്നു.
അവിടുന്ന് പഠിച്ചു പാസ്സായി പോയവർ ജഡ്ജിമാർ, പിന്നെ മന്ത്രിമാരായിട്ട് വരുന്നു, MLA മാരായിട്ട് വരുന്നു. അവർക്കൊക്കെ എങ്ങനെയാണ് അവിടുന്ന് ഡിഗ്രി കിട്ടിയപ്പോൾ നിയമമേഖലയിലുള്ള ജഡ്ജിമാരുടെ കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായത്തില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ മന്ത്രിമാർ, MLA മാർ അവർക്കൊക്കെ കൃത്രിമമായിട്ടാണ് അവിടുന്ന് നിയമബിരുദം മേടിച്ചു കൊടുക്കുന്നതെന്ന് സംബന്ധിച്ചിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടത് വന്നാലും വലത് വന്നാലും ഇടത് വന്നാലും ഈ ലക്ഷ്മി നായരുടെ കുടുംബം കയ്യിൽ വെച്ചിരിക്കുന്ന ഈ 11.49 ഏക്കർ സ്ഥലം, ഏതാണ്ട് 600 കോടി രൂപയുടെ സ്ഥലം അവരുടെ അധീനതയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട്. ഞാൻ ഉൾപ്പെടെ പല ആളുകളും ഇതിനെതിരായിട്ട് പോരാടിയിട്ടുണ്ട്. പക്ഷേ ആ പോരാട്ടമൊക്കെ ഈ കരിങ്കല്ലിനിടിച്ചാൽ മഴ വന്ന് നെറ്റിക്ക് തൊടുന്നത് പോലെ ഉള്ള ഒരവസ്ഥയിലായി. ആര് വന്നാലും അവർക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അതായിരുന്ന അവസ്ഥ. ഞാനൊക്കെ ഇത്രയും കാലം സമരം ചെയ്തിട്ടും അതിനൊന്നും കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി സർക്കാരാണ് അധികാരത്തിൽ നിന്നത്. പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളുകളാണ് ഈ നാരായണൻ നായരും. അയാൾ മരിച്ചുപോയി. നാരായണൻ നായരുടെ മകൾ ലക്ഷ്മി നായർ, മകൻ നാഗരാജ നാരായണൻ, നാരായണൻ നായരുടെ അനിയൻ കോലിക്കോട് കൃഷ്ണൻ നായർ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്തയാൾ. 5 വർഷം CPM-ൽ നിന്ന് പുറത്തേക്ക് പോയിട്ടും തിരിച്ച് അയാളെ എടുത്ത പിണറായി വിജയൻ്റെ വലം കൈയായിട്ടുള്ള കോലിക്കോട് കൃഷ്ണൻ നായർ കൂടെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ലോ അക്കാദമിയുടെ ഈ ഭൂമി കൈയേറ്റത്തിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതിനിടയിൽ അവർ തകൃതിയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവർ തുടർന്നുകൊണ്ടിരുന്നു. നമുക്കറിയാം, ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട് വലിയൊരു സമരം വന്നു വർഷങ്ങൾക്ക് മുമ്പ്. ലക്ഷ്മി നായർ ലോ അക്കാദമിയുടെ ഡയറക്ടറായിരുന്ന സമയത്ത് ആ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്നിരുന്ന അന്ന് ഇടതുപക്ഷ സർക്കാരിൻ്റെ ആ സർക്കാരിൽ പങ്കാളിയായിട്ടുള്ള CPI ആയിരുന്നു. കാനൻ രാജേന്ദ്രൻ ഉൾപ്പെടെ അതിൻ്റെ മുന്നിൽ നിന്നിരുന്നു. എന്നിട്ട് പോലും പിണറായി വിജയൻ ആദ്യാവസാനം ആ സമരത്തിൽ കോലിക്കോട് കൃഷ്ണൻ നായർക്കും ലക്ഷ്മി നായർക്കും നാഗരാജ നാരായണനും അനുകൂലമായിട്ടുള്ള സമീപനമാണ് എടുത്തത്. നമുക്കറിയാവുന്നല്ലേ അത്. സുഹൃത്തുക്കളെ, ഞാൻ ഇത്രയും വിശദമായി ഈ കാര്യം പറഞ്ഞത് ഇപ്പോൾ ആ കാര്യത്തിൽ ചില നീക്കങ്ങൾ നടക്കുന്നു. അത് വളരെ പ്രോത്സാഹജനകമാണ് എന്ന് എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി, അയാൾ ഈ ഭൂമി വിദ്യാഭ്യാസേതര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവെന്നും അതുകൊണ്ട് ഈ ഭൂമി റീസർവേക്ക് വിധേയമാക്കണമെന്നും ആ ഭൂമിയിൽ വിദ്യാഭ്യാസേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കണ്ടെത്തിയാൽ അത് തിരിച്ചെടുക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സുരേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് ഏതാണ്ട് 2-3 മാസങ്ങൾക്ക് മുമ്പാണ് എന്നാണ്. ആ കേസിൽ വാദം കേട്ട കോടതി, അതൊരു ഡിവിഷൻ ബെഞ്ചായിരുന്നു, ചീഫ് ജസ്റ്റിസിന് അടുത്തുള്ള ഡിവിഷൻ ബെഞ്ചായിരുന്നു, ഈ കേസിൽ പരിശോധന നടത്തണമെന്നും അനധികൃതമായി ഇത് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അത് റീസർവേ നടത്തി തിരിച്ചു പിടിക്കാൻ ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുകയുണ്ടായി. സുഹൃത്തിനെ ഇടയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്, ഏതാണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് റവന്യൂ സെക്രട്ടറി ആയിരുന്ന PH കുര്യൻ റവന്യൂ വകുപ്പിനെ കൊണ്ട് ഇവിടെ ഒരു അന്വേഷണം നടത്തുകയും അവിടെ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, റീസർവേ ചെയ്യണമെന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തിരുന്നു. ആ റിപ്പോർട്ട് കൊടുക്കാൻ ഒരു കാരണക്കാരൻ ഞാനാണ് എന്നൊക്കെ ഉള്ള വർത്തമാനങ്ങളുണ്ട്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിൽ പോകുന്നു. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. എന്നാൽ ഈ ഗവൺമെൻറ് വരുന്നതിന് 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വന്ന ഇതിനെക്കുറിച്ച് പരാതിക്കാരൻ്റെ വാദം കേൾക്കണം, അത് ശരിയാണെങ്കിൽ അത് സംബന്ധിച്ചുള്ള നടപടിയെടുക്കണം എന്നുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ വിധി ഈ പുതിയ സർക്കാരിന് മേൽ ബൈൻഡിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. ബൈൻഡിംഗ് ആയിട്ട് വന്നതിനെ തുടർന്ന് സർക്കാർ ഈ പരാതിക്കാരൻ്റെ വാദം കേട്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരാതിക്കാരൻ്റെ വാദം കേട്ടു, ഇതിൻ്റെ മറുകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. ലോ അക്കാദമി പ്രിൻസിപ്പളിനാണ് ആ നോട്ടീസ് കിട്ടിയത്. പക്ഷേ പ്രിൻസിപ്പാളിന് പകരം നാഗരാജ നാരായണൻ എന്ന് പറയുന്ന ഈ ലക്ഷ്മി നായരുടെ സഹോദരനാണ് ഈ ഹിയറിങ്ങിന് വന്നത്. സ്വാഭാവികമായും ഈ പരാതിക്കാരൻ ചോദിച്ചു, നിങ്ങൾക്കെന്താ അവകാശം ഇവിടെ വരാൻ? നിങ്ങൾക്കല്ലല്ലോ നോട്ടീസ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ ഒരു തർക്കം ഉണ്ടായി. അതായിട്ട് ഞാൻ മനസ്സിലാക്കി റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ച്. എന്ന് മാത്രമല്ല, അവിടെ അനധികൃത നിർമ്മാണം നടത്താൻ നിങ്ങൾക്ക് ആരവകാശം തന്നു എന്ന് ചോദിച്ചുവെന്നും അവിടെ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യമായെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിയമ നടപടികളുമായി ഇത് റീസർവേ ചെയ്യാനും തിരിച്ചു പിടിക്കാനുമുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്നുമാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ എനിക്കറിയാൻ കഴിയുന്നത് നാഗരാജ നാരായണൻ ഇറങ്ങിയിരിക്കുന്നു തങ്ങളുടെ ഈ 600 കോടി രൂപയുടെ സ്ഥലം സംരക്ഷിക്കാൻ വേണ്ടി. നാഗരാജ നാരായണന് ഇടതുപക്ഷത്ത് മാത്രമല്ല വലതുപക്ഷത്തും സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ ആരാണെന്നും അവർ ഏത് വഴിയാണ് നാഗരാജ നാരായണൻ ഇടപെടുന്നു എന്നൊക്കെ എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടെങ്കിലും ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല.
എന്തായാലും നാഗരാജ നാരായണൻ ഇറങ്ങിയിട്ടുണ്ട് ഈ സ്ഥലം സംരക്ഷിക്കാൻ. പക്ഷേ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ കർശനമായിട്ടുള്ള ഒരു നിലപാടിൽ നിൽക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അനധികൃതമായിട്ടുള്ള നിർമ്മാണം നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഈ സ്ഥലം റീസർവേ ചെയ്യണം. റവന്യൂ വകുപ്പ് ഈ 600 കോടി രൂപയുടെ ഈ 11.49 ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാനിതിൻ്റെ വിശദാംശങ്ങൾ കാര്യകാരണ സഹിതം അതിൻ്റെ രേഖകളും അതിൻ്റെ ചിത്രങ്ങളുമൊക്കെ അടക്കം റവന്യൂ മന്ത്രി AP അനിൽകുമാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി ജയശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള വനിതയുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി. ഞാൻ അവിടെ പോയി 1 മണിക്കൂർ അവരെ കാത്തിരുന്നു, കാണാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് ഫോണിൽ വിളിച്ച് ഇതിൻ്റെ വിശദാംശങ്ങൾ മന്ത്രി AP അനിൽകുമാറുമായി ചർച്ച ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയി കാത്തിരുന്നതിനെക്കുറിച്ച് അറിഞ്ഞതിനെ തുടർന്ന് റവന്യൂ മന്ത്രി തന്നെ എന്നെ വിളിച്ചു, AP അനിൽകുമാറിനെ വിളിച്ചു. ഷാജാൻ അവിടെ വന്നിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൈവറ്റ് സെക്രട്ടറി കാണാനാണ് ഞാൻ വന്നിരുന്നത്. അവരോട് ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, അതിൽ നീതിപൂർവമായിട്ടുള്ള നിലപാട് താങ്കൾ എടുക്കണം എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ലക്ഷ്മി നായരുടെ കുടുംബം പേരൂക്കടയിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി കൈയടക്കി വെച്ചിരിക്കുന്ന 600 കോടി രൂപയുടെ ആസ്തിയുള്ള 11 ഏക്കർ സ്ഥലം ഈ UDF സർക്കാരിൻ്റെ ഈ ഭരണകാലത്ത് അത് റീസർവേ ചെയ്യപ്പെടുമെന്നും അത് തിരിച്ചു പിടിക്കും എന്നുമുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യമാണ് എനിക്ക് അവിടെ ഉള്ളത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ രേഖ, അവിടെ നടക്കുന്ന അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ ഇതെല്ലാം റവന്യൂ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി ജയശ്രീയുടെ അറിവിലേക്കായി ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരത് മന്ത്രിയുമായി ചർച്ച ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലുള്ള സ്വാധീനത്തിനും വഴങ്ങില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ മന്ത്രിക്കെതിരെ ഇതുവരെ ഒരു അഴിമതി ആരോപണവും ഇതുവരെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണയും അത്തരത്തിൽ അൺബ്ലമിഷ്ഡായി മന്ത്രി ആ വിഷയത്തിൽ ഇടപെടുമെന്നും ഈ കാര്യത്തിൽ നീതി നടപ്പിലാക്കുമെന്നും 600 കോടി രൂപയുടെ ആസ്തിയുള്ള ഈ 11.4 ഏക്കർ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങളിൽ റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഏർപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഈ ഭൂമി തിരിച്ചു പിടിക്കുന്ന ചരിത്രപരമായിട്ടുള്ള ആ ഒരു തീരുമാനത്തിൽ അദ്ദേഹം പങ്കാളിയായാൽ അദ്ദേഹത്തിന് ഏതു തരത്തിലുള്ള പിന്തുണയും പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കും എന്നുമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.